കൃഷ്ണനെ സംബന്ധിച്ച വർണ്ണനകളും വിവരണകളും പ്രതിപാദനങ്ങളും വ്യാഖ്യാനങ്ങളും എത്രത്തോളം കാലമുണ്ടോ അങ്ങനെ ഒരു വ്യക്തി എവിടെയായാലും ആരായാലും കാണണം കാണണം എന്ന് തോന്നാവുന്ന തരത്തിലുള്ളതാ ആ വ്യക്തിത്വം. വപുഷായേന ഭഗവാൻ നരലോക മനോരമഃ. നരലോക മനോരമഃ, മനുഷ്യലോകത്തിൽ മനോരമന, എല്ലാവരുടെ മനസ്സിനെയും രമിപ്പിക്കുന്നവനാണ്. കണ്ണിനെയല്ല, മനസ്സിനെ രമിപ്പിക്കുന്നവനാണ്. അങ്ങനെ എല്ലാവരുടെ മനസ്സിനെയും രമിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു വ്യക്തിത്വം. യശോവിതേനേ ലോകേഷു സർവലോകമലാപഹം. എല്ലാ ലോകങ്ങളിലും, എവിടെ? ഭൂലോകത്തും ഭുവർലോകത്തും സുവർലോകത്തും മഹർലോകത്തും എല്ലാ ലോകങ്ങളിലും എല്ലാവരുടെയും മലം അപഹരിക്കുമാറുള്ള കീർത്തിയെ ധാരാളം പരത്തി കഴിഞ്ഞു. അങ്ങനെ യശസ്വിയായി കീർത്തിമാനായി ലോകം മുഴുവനും കാണാൻ കൊതിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ആ കൃഷ്ണനെ കാണാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പുറപ്പെട്ടത്. അവിടെ പുറപ്പെട്ട് ദ്വാരകയിലെത്തി. ഏതാ വർണ്ണനയാണ്. തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർദ്ദിഭിഃ വ്യചക്ഷത അവിതൃപ്താക്ഷാഃ കൃഷ്ണം അദ്ഭുതദർശനം. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമോ? ചിലരൊക്കെ മുത്തശ്ശിമാരാ, ചിലരൊക്കെ അമ്മമാരാ. ഒരു ദിവസം കുട്ടികളെ വിളിച്ചിരുത്തി ഈ വർണ്ണന. അതെ, സ്വാമിജി പറഞ്ഞു, എന്ത്? ബ്രഹ്മാവും ഭവനും എല്ലാവരും കൂടി വന്നിരിക്കുന്നു. എവിടുന്ന്? ഉപരിലോകത്തിൽ നിന്ന്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആളാണ് ഈ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് അനുയായികളോടുകൂടി ഗന്ധർവന്മാരും അപ്സരസുകളും എല്ലാവരും കൂടി എവിടേക്ക് പോയി? സമുദ്രത്തിലുള്ള ദ്വാരകാപുരിക്ക് പോയി. അവിടെ കൃഷ്ണനെ കാണാൻ. ആ കൃഷ്ണൻ എങ്ങനത്തെ ആളാ? ലോകത്തിൽ മുഴുവൻ കീർത്തി പരത്തി എല്ലാവരുടെയും മനസ്സിലുള്ള മാലിന്യങ്ങൾ തുടച്ചു മാറ്റാനുള്ള ഒരു ശുദ്ധാത്മാവായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. തസ്യാം വിഭ്രാജമാനായാം. ഈ പോയയിടം എങ്ങനത്തതാ? ഞാൻ ആലോചിച്ചു, ഈ ദ്വാരകയെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണോ, നിങ്ങൾക്കത് കേൾക്കണോന്ന്. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ. ഞാൻ ഈ ദ്വാരകയെ പറ്റി വിവരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണോ ആ വിവരണം? അതോ ഇത് മറികടന്ന് ഹനുമാൻ ലങ്കയ്ക്ക് പോയ മാതിരി താണ്ടി കിടന്ന് പോണോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഇപ്പം തന്നെ പറയണമല്ലോ, മറുപടി എനിക്ക് കിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ മറുപടി ഞാൻ തന്നെ ഉദ്ദേശിച്ച് പറയുക. തസ്യാം വിഭ്രാജമാനായാം. അവിടെ എങ്ങനെ? സൂര്യപ്രകാശത്തിൽ അതിനെ കവച്ചു വയ്ക്കുമാറുള്ള ഒരു പ്രകാശത്തോടു കൂടിയാണ് ദ്വാരക നിലനിൽക്കുന്നത്. സമൃദ്ധായാം മഹർദ്ദിഭിഃ. ഈ രണ്ട് പദം ഉണ്ടല്ലോ, ഈ രണ്ട് പദം എൻ്റെ മനസ്സിൽ നുഴഞ്ഞങ്ങോട്ട് കയറി. സമൃദ്ധായാം മഹർദ്ദിഭിഃ. അത്യപൂർവമായിരിക്കുന്ന മഹത് ഐശ്വര്യങ്ങളാൽ, മഹത്തായ ഐശ്വര്യങ്ങളാൽ സമൃദ്ധമാണ് ദ്വാരക. എവിടെയത്? ഒരു ദ്വീപ, സമുദ്രത്തിൻ്റെ ഉള്ളിൽ. അത് കൃഷ്ണൻ പോയതിന് ശേഷം 7-ാം ദിവസം സമുദ്രത്തിൽ മുങ്ങിപ്പോയി. ഒന്നും ബാക്കി വയ്ക്കാതെ ആ കൃഷ്ണൻ്റെ പോക്ക്. ഞാൻ മുമ്പും പറയുണ്ടായി, ഇനിയും പറയാം. സമൃദ്ധായാം മഹർദ്ദിഭിഃ വ്യചക്ഷത അവിതൃപ്താക്ഷാഃ കൃഷ്ണം അദ്ഭുതദർശനം. അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടു. ആരെ കണ്ടു? അദ്ഭുതദർശനം കൃഷ്ണം. അദ്ഭുതദർശനം കൃഷ്ണം. നിങ്ങൾക്കൊക്കെ ഈ ബാലകൃഷ്ണൻ, ഈ കുട്ടിക്കൃഷ്ണൻ ഉണ്ടല്ലോ, വെണ്ണയൊക്കെ തിന്നുന്നത്, മുതുകിലൊരാൾ കയറി നിൽക്കുന്നത്, ചട്ടി പൊട്ടിക്കുന്നത്, അങ്ങനെ പലതുമായിട്ടുള്ള പടങ്ങൾ കാണാനാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു നിങ്ങളും ചെറിയ കുട്ടികളാണ്. വയസ്സ് 80 or 70 ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിപ്പോഴും ബാലബാലികമാരാ. അതല്ല, ശരിയായിട്ടുള്ള കൃഷ്ണനെ അറിയണമെങ്കിൽ ആ 2 കൈയും പ്രായമൂപ്പ് വന്നിട്ടുള്ള ആള്, ഒരു കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ രഥത്തിൽ പിന്നോക്കം തിരിഞ്ഞു നോക്കി തേർത്തട്ടിലിരിക്കുന്ന അർജുനനോട് സംസാരിച്ച കൃഷ്ണനാവണം നിങ്ങളുടെ മനസ്സിൽ. രണ്ടാമതോ, ദ്വാരകയിലിരുന്ന് വിശ്രമിക്കുകയാണ് സിംഹാസനത്തിൽ. ആ സമയത്ത് ബ്രഹ്മാവും കൂട്ടരും കാണാൻ അവിടെ ചെന്നിട്ടുണ്ട്. ആ കാണാൻ സമയത്ത് അദ്ഭുത ദർശനം കൃഷ്ണം വ്യചക്ഷത. എങ്ങനെ? അവിതൃപ്താക്ഷാഃ. അവരങ്ങോട്ട് കണ്ടപ്പോണ്ടല്ലോ തൃപ്തി വരണില്ല. ഒരാൾ കണ്ണടയ്ക്കാൻ തയ്യാറില്ല. സാധാരണ പറയും സ്വർഗവാസികൾക്ക് കണ്ണിന് പോളയില്ല എന്ന്. എന്താ കാരണം? അവർക്ക് കണ്ണടയ്ക്കണ്ടല്ലോ, എപ്പോഴും സ്വർഗം കണ്ടുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ പോളയൊക്കെ ഉണ്ടായിട്ടും കൃഷ്ണനെ കണ്ടപ്പോൾ കണ്ണടയണില്ല. അങ്ങനെ നത്തുപോലെ നോക്കിയെന്ന്. വ്യചക്ഷത. ഈ സമയത്താണ് എനിക്ക് ദ്വാരകയെ പറ്റി കുറച്ച് പറയണമെന്ന് തോന്നുന്നത്. സമൃദ്ധായാം മഹർദ്ദിഭിഃ. ഇത്ര അത്യപൂർവമായിരിക്കുന്ന ഒരു കൃഷ്ണജന്മമാണ്. അദ്ദേഹത്തിന് ജന്മം നൽകിയതോ
മധുരയിലെ കംസൻ്റെ കാരാഗൃഹത്തിൽ. ഉടനെ കൊണ്ടുപോയതോ അമ്പാടിയിൽ. പശുക്കളെ വളർത്തി തൈരും പാലും വെണ്ണയും കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാമാന്യ വംശമാണത്, ഒരു കൂട്ടമാണ്, ജനക്കൂട്ടം. അവിടെയാണ് വളർന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി പശുവിൻ്റെ വാലും കുളമ്പിൻ്റെ പൊടിയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ജന്മ. അത് കഴിഞ്ഞ് അമ്മാവൻ വിളിച്ചപ്പോൾ മധുരയ്ക്ക് വന്നു. മധുരയിലിരുന്നു, അധികകാലം ഇരുന്നില്ല. അപ്പോഴാണ് ദ്വാരക നിർമ്മിക്കണം അതിൻ്റെ ആവശ്യം വന്നത്. കൃഷ്ണൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരാവശ്യത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരാഗ്രഹം ഒരിക്കലും പൊട്ടിമുളച്ചിട്ടില്ല. അപ്പോൾ എന്തിനാ കൃഷ്ണൻ ഈ ദ്വാരക ഉണ്ടാക്കിയത്? അതൊരൊറ്റ വാചകം, ഒരു 2 വാക്ക് ഉപയോഗിച്ചിരിക്കുക. സമൃദ്ധായാം മഹർദ്ദിഭിഹി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെട്ടെന്നുള്ള ദ്വാരകയൊന്നും അല്ലാതെ. ആധുനികന്മാരാണ് നമ്മൾ. 21ാം സെഞ്ച്വറിയിൽ, നൂറ്റാണ്ടിലാണ് നാം താമസിക്കുന്നത്, നാം ജീവിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പല ആഡംബരങ്ങളും ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ ഉണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്. അതൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ സമൃദ്ധായാം മഹർദ്ദിഭിഹി എന്ന് വേദവ്യാസ മഹർഷി ഉപയോഗിച്ച 2 വാക്കുണ്ടല്ലോ, ഇത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. കാവ്യം ഇഷ്ടപ്പെടുന്നവരും സാഹിത്യത്തെക്കുറിച്ച് വേണ്ടതുപോലെ പരിഗണിച്ച് വിചിന്തനം ചെയ്യുന്നവരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് മനസ്സിൽ തട്ടണം. മഹർഷിദേവൻ ഉപയോഗിച്ച ഈ 2 വാക്കുകൾ ശരിയാണോ? മഹർദ്ദിഭി സമൃദ്ധായാം, അത്യപൂർവവും പ്രഖ്യാതം എന്ന് പറയാൻ പറ്റില്ല, ആരും കേട്ടിട്ടുണ്ടാവില്ല. അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്നതായ വിശേഷപ്പെട്ട ഉത്കടമോ വളരെ വിശേഷപ്പെട്ട ഐശ്വര്യങ്ങളാണ്, അത് ധാരാളമുണ്ടെന്ന്. അങ്ങനെയുള്ള ഐശ്വര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ദ്വാരകയിൽ ഒന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്. മഹർഷി വെറുതെ പറഞ്ഞതാണോ? അല്ല. അദ്ദേഹം തന്നെ 10ാം സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട് ദ്വാരകയുടെ സ്ഥിതിഗതികളെക്കുറിച്ച്. എപ്പോഴാണ് ഉണ്ടായത്, എന്തിനാണ് ഉണ്ടാക്കിയത്, അതിലെന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അത് ആരാരെല്ലാം സഹായിച്ചു എന്നൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കൂ. കൃഷ്ണനെ കാണാൻ ചെന്നയിടത്ത് ഇത്രയൊക്കെ ആലഭാരത്തോടു കൂടി വേണോ പോവാൻ? ഒരു 2-3 ആൾക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ അല്ല. കൃഷ്ണ ദർശനം തന്നെ എല്ലാവരും ഇന്നും കൊതിക്കുന്നതാണ്. ഒരു പക്ഷേ ബ്രഹ്മാവ് പുറപ്പെട്ടത് ഇന്നാണെങ്കിൽ നിങ്ങളും ഞാനും പുറപ്പെട്ടിട്ടുണ്ടാവും കൂടെ കാണാൻ. അതെ, ഞങ്ങൾക്കും കാണണം കൃഷ്ണനെ എന്ന് പറഞ്ഞ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദർശന, അദ്ഭുത ദർശനം കൃഷ്ണം വ്യചക്ഷത. അപ്പോൾ 10ാം സ്കന്ധത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെയാണ് ദ്വാരക വിവരണം. നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, ആണെന്ന് ഞാൻ മനസ്സിൽ കണക്കാക്കണു. ചോദ്യത്തിന് ഉത്തരവും ഞാൻ പറയാം. എവിടെയാണ് ഇതിൻ്റെ തുടക്കം? എപ്പോഴാണ് ഈ ദ്വാരക ഉണ്ടായത്? മധുരയിൽ താമസിക്കുന്ന സമയത്ത് ജരാസന്ധൻ ആക്രമിച്ചു. 23 അക്ഷൗഹിണി സേനയോട് കൂടിയിട്ടാണ് ജരാസന്ധൻ വന്ന് ആദ്യം ആക്രമണം നടന്നത്. ആ ജരാസന്ധൻ പറഞ്ഞത് എന്താ? ഞാനേ പൊരുതാൻ പോണുണ്ടെങ്കിൽ ഈ കൃഷ്ണനോട് പൊരുതില്ല. ഈ കൃഷ്ണൻ ആരാ? ഒന്നിനും കൊള്ളാത്തവനാ. അവനൊരു പേരും ഇല്ല, ഒരു മേൽവിലാസവും ഇല്ല. ഇടയ കുലത്തിലാണത്രേ ജനിച്ചത്. പശുക്കളെ നോക്കിയാണത്രേ കഴിഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന കുറേ മേച്ചിൽ കുട്ടികളുണ്ട്, അവരുടെ കൂടെ ഓടി ചാടി കളിച്ചു, കാട്ടിലുള്ള മാല ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ആളാണ്. ഇങ്ങനത്തെ ഒരാളൊന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളല്ല. അമ്മാമനെ കൊന്നു, വെറും കുട്ടിയാണ്, മാത്രമല്ല പേടിത്തൊമ്മന. ഈ കൃഷ്ണനെ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കില്ല. അങ്ങനെ ഒരു കൃഷ്ണനോട് കൂടി പൊരുതില്ല. വേണ്ടി വന്നാൽ ഞാൻ ബലരാമനോട് മാത്രം പൊരുതാമെന്ന് പറഞ്ഞു അത്രേ. അവർ 2 പേരും ജരാസന്ധൻ വന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് യുദ്ധം ചെയ്യണ്ടേ? 23 അക്ഷൗഹിണി സേനയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാളോട് യുദ്ധം ചെയ്യാൻ സാധാരണ അമ്പും വില്ലൊന്നും പോരാ. ജരാസന്ധൻ വന്നത് തേരിലാണ്. പെട്ടെന്ന് മോളിൽ നിന്ന് 2 തേര് വന്നു അത്രേ. നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. എന്ത്? നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതവേളയിൽ നല്ല മനസ്സുള്ളവർ, ഭക്തന്മാർ, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു, അതിനുള്ളൊരു പരിഹാരമില്ല, തീരെ ഗതിയില്ല എന്ന് വന്നാൽ നിങ്ങൾ മനസ്സ് വിട്ടുകളയരുത്. ദൃശ്യശക്തികൾ നിങ്ങളെ തോൽപ്പിക്കാം, പരാജയപ്പെടുത്താം, നിസ്സഹായമായി അകന്നു നിൽക്കാം. പക്ഷേ ഈ ദൃശ്യലോകത്തെ രചിച്ച അദൃശ്യ ഹസ്തങ്ങളുണ്ട്, അത് ഒരിക്കലും നിങ്ങളെ വെടിയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞെട്ടിയറ്റാൽ കടക്കിലാണ്. അപ്പോൾ നമ്മൾ വീഴുകയാണെങ്കിൽ തന്നെ ഈ ഭൂമിയിലാണ് വീഴുന്നത്. ഭൂമി വീഴുന്ന ഒരു കാലമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കുള്ള സഹായം ഈ 4 പാടിൽ നിന്നും കിട്ടുന്നതാണെന്ന്. ഒരിക്കലുമല്ല. ഈ 4 പാടിൽ നിന്നുള്ള സഹായം കിട്ടിയെന്ന് വരാം, കിട്ടിയില്ല എന്ന് വരാം. നോക്കൂ, മധുരയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ജരാസന്ധൻ ഓടി വന്നു. കംസനെ കൊന്ന ആളാണല്ലോ, ഒന്ന് പകരം ചോദിക്കണം എന്ന് വിചാരിച്ച് ആ ദേഷ്യത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. 23 അക്ഷൗഹിണി സേനയുണ്ട്. അപ്പോൾ പെട്ടെന്ന് മോളുന്ന 2 രഥം ഇറങ്ങി വന്നു അത്രേ. നോക്കിയപ്പോഴോ
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. ഇതുവരെ മധുരയെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല. കൃഷ്ണൻ്റെ കാലത്താണ് വലിയ ആക്രമണം നടന്നത്. ബലരാമൻ എന്തു ചെയ്തു? നേരിട്ടു. കൃഷ്ണനല്ല പോയത്. ബലരാമൻ്റെ കയ്യിൽ ഒരു മുസലമുണ്ട്. ആ മുസലം കൊണ്ട് എല്ലാവരെയും തല്ലി തകർത്തു. അവസാനം ജരാസന്ധനെ കടന്നു പിടിച്ചു. പിടിച്ചിട്ട് ജരാസന്ധനെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ വേഗം തേരിൽ നിന്ന് ഇറങ്ങിച്ചെന്ന്, ജ്യേഷ്ഠ അരുതേ അരുതേ, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അത്രേ. അതെന്താ അത്? അതെ, ഇപ്പം ജരാസന്ധനെ കൊന്നാൽ നമ്മുടെ ഉദ്ദേശം നടക്കില്ല. ഈ ജരാസന്ധൻ വലിയൊരു കരുവാ നമുക്ക്. അതുകൊണ്ട് എന്തു വേണം? വിട്ടേക്കും. വിട്ടാൽ അവൻ അസുരനാണ്, വെറുതെ ഇരിക്കില്ല. ഞാൻ ആദ്യം പോയി തോറ്റു എന്ന് പറഞ്ഞ് പിൻവാങ്ങില്ല. അപ്പോൾ എന്തു ചെയ്യും? രണ്ടാമതും 23 അക്ഷൗഹിണി സേനയോടോ 25ഓടോ കൂടി ആദ്യം വരും. അപ്പോൾ ഈ ജരാസന്ധൻ്റെ പേരിൽ നമുക്ക് അനവധി അസുരന്മാരെ കൂട്ടിച്ചേർക്കാനൊരു വഴിയായി. അങ്ങനെ വരുമ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് തോൽപ്പിക്കാം. അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ജരാസന്ധനെ വിടാൻ പറഞ്ഞപ്പോൾ വിട്ടു. വിട്ട ഉടനെ ജരാസന്ധന് ഒരു ഭാഗത്ത് നാണക്കേട്, പിടിച്ചിട്ട് വിട്ടിരിക്കുക. ഏത് ക്ഷത്രിയൻ അല്ലെങ്കിൽ ഏത് പടയാളിയാണ് ഇഷ്ടപ്പെടുക? എതിരാളിയുടെ കയ്യിൽ പെട്ടിട്ട് അവർ വിട്ടിരിക്കുക. പറയാൻ കൊള്ളുമോ? അതെ, ഞാൻ പോയി യുദ്ധം ചെയ്തു, എന്നിട്ടോ എൻ്റെ സേനയൊക്കെ നശിച്ചു, അവസാനം എന്നെ കടന്നു പിടിച്ചു, എന്നിട്ടോ ഞാൻ വരണമെന്നൊന്നും പറഞ്ഞില്ലേ, അവർ വിട്ടപ്പോൾ ഞാൻ വരില്ല, നിങ്ങൾ ഇനിയും പിടിക്കൂ എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? ഞാൻ വന്നിരിക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് വേണം? ഞാൻ തപസ് ചെയ്യാൻ പോവാ. 2 കാരണം. ഒന്നിലോ തപസ് ചെയ്ത് എൻ്റെ ശരീരം വീഴണം, അതല്ലെങ്കിലോ തപസ് ചെയ്ത് എനിക്ക് വേണ്ടത്ര പ്രഭാവമുണ്ടായി ഈ ഒരു കൃഷ്ണനെയും ഒരു ബലരാമനെയല്ല 12 പേരങ്ങനെ വന്നാലും നശിപ്പിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി തപസ്സിന് പുറപ്പെട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടി, നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞ്, എന്താണോ താനീ പറയണത്? ഇത് ശരിയല്ല. ചിലപ്പോൾ പരാജയമൊക്കെ വരില്ലേ? ഒരിക്കൽ പരാജയപ്പെട്ടാൽ എപ്പോഴും ഇല്ലേ? അവർ വിട്ടില്ലേ? അവരൊരു പക്ഷേ വിട്ട് കാണും, ദയവ് തോന്നി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ അവസരമാണ്. രണ്ടാമതും സേനയൊക്കെ കൂട്ടി നമുക്ക് പോയി ആക്രമിക്കാം എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ഇത്തിരി സമാധാനമായി. വാസ്തവത്തിൽ തപസ് ചെയ്യാൻ പുറപ്പെട്ടാൽ ഉള്ളിൽ അത് വേണ്ടാന്നുള്ള വിചാരം ഉണ്ടാവും. പക്ഷേ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതൊരു സമാധാനമായില്ലോ. അയാൾ പറഞ്ഞിട്ടാ ഞാൻ വന്നതെന്ന് പറയാമല്ലോ. ഒരു സേവിങ് വഴിയാണതൊക്കെ. അങ്ങനെ പോയി 17 തവണ ആക്രമിച്ചു മധുരയെ. 17ാമത്തെ തവണ വന്നപ്പോഴോ 3 കോടി സേനയുമായി കാലയവനൻ അപ്പുറത്തുമുണ്ട്. ജരാസന്ധൻ്റെ വരവ് 23 അക്ഷൗഹിണി സേനയായിട്ട്, 3 കോടി സേനയായിട്ടാണ് മറ്റവർ ഈ കാലയവനൻ്റെ വരവ്. അപ്പോൾ കൃഷ്ണൻ ആലോചിച്ചു, 3 കോടി സേനയോടുകൂടി വന്ന കാലയവനൻ മധുരയെ ആകെ വളഞ്ഞ് മധുരവാസികളെ ബന്ദികളാക്കി തീർക്കും എന്ന് വിചാരിച്ച് ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? മധുരാ നഗരത്തിലുള്ളവരെ എല്ലാവരെയും ഉടൻ മാറ്റി താമസിപ്പിക്കണം, പാർപ്പിക്കണം. അതിന് എന്തെങ്കിലും ഒരു സങ്കേതം ഉണ്ടാക്കണം, പെട്ടെന്ന് ശത്രുക്കൾക്കൊന്നും വന്ന് ആക്രമിക്കാൻ പറ്റാത്തത് എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് സമുദ്രത്തിൻ്റെ ഉള്ളിൽ ദ്വാരകാ നിർമ്മാണം നടന്നത്. ആ ദ്വാരക എങ്ങനെയാണ് ഉണ്ടായത്? വളരെ വിശേഷപ്പെട്ട ഒരു നഗരമാണത്, രാജധാനിയും കൂടിയാണ്. ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രഥ്യാ ചത്വരവീഥീഭിഃ യഥാവാസ്തു വിനിർമ്മിതം. ദശമസ്കന്ധത്തിൽ വേദവ്യാസ മഹർഷി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നതാണിത്. ഇത് 10ാം സ്കന്ധത്തിൽ 50ാമത്തെ അധ്യായത്തിൽ 51ാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രഥ്യാ ചത്വരവീഥീഭിഃ യഥാവാസ്തു വിനിർമ്മിതം. എന്താ ഇതിനർത്ഥം? ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം. ആ ദ്വാരകാ നഗരത്തിൽ അതിൻ്റെ നിർമ്മാണത്തിൽ ഈ നിർമ്മാണശാസ്ത്രമുണ്ടല്ലോ, വാസ്തുശാസ്ത്രം, ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവും നിർമ്മാണശാസ്ത്രവുമൊക്കെ വിശ്വകർമാവ് രചിച്ചതാണ്. അപ്പോൾ വിശ്വകർമാവ് രൂപകൽപ്പന ചെയ്ത് എല്ലാ വിധത്തിലും വാസ്തുശാസ്ത്ര വിധിക്ക് വളരെയധികം യോജിച്ചുകൊണ്ട് ഭംഗിയായിട്ടുള്ള ഒരു നഗരനിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ശില്പനൈപുണം വിജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാസ്തുശാസ്ത്രത്തിൽ എന്തൊക്കെ ജ്ഞാനമുണ്ടോ ആ ജ്ഞാനം മുഴുവനും, ഒന്നാന്തരം ശില്പി എന്ന് പറയുന്ന ഒരു ശില്പികളുടെ കലയാണല്ലോ ഈ എല്ലാ നിർമ്മാണങ്ങളും. ആ നിർമ്മാണത്തിൽ ഏറ്റവും സമർത്ഥമായിരിക്കുന്ന ഒരു കലയാണത്. അതിൻ്റെ പരമാവധി സാമർഥ്യം അവിടെ കാണുമത്രേ. എന്നിട്ട് ചുരുക്കി പറയാണ്, രഥ്യാ ചത്വരവീഥീഭിഃ. രഥ്യാ ചത്വരവീഥീഭിഃ. അവിടെ എന്തൊക്കെയാണുള്ളത്? തേരിന് പോവാനുള്ള തേർപ്പാതകളുണ്ട്. പിന്നെ പല വിധത്തിലും
രാജപാതകളും തേർപ്പാതകളും എല്ലാം കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് കൂട്ടുപാതകൾ എന്ന് പറയും. ആ കൂട്ടുപാതകൾക്ക് മധ്യേ ഒക്കെ വൃത്താങ്കണങ്ങളുണ്ടാവും. ഓരോന്നും കൂടി വന്നാൻ പോകാനുള്ള വഴികൾ അതൊക്കെ ഉണ്ടാവണം. അപ്പോൾ മൊത്തത്തിൽ രാജപാതകളുണ്ട്, കൂട്ടുപാതകളുണ്ട്, തേർപ്പാതകളുണ്ട്, അതിന് ക്രോസ് റോഡ്സ് ഉണ്ട് അപ്പുറത്ത്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കിത് വായിച്ചു നോക്കാം എങ്ങനെ വരണു എന്നുള്ളത്. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാൻവിതം ഹേമശൃംഗൈ ദിവിസ്പൃഗ്ഭി സ്ഫാടികാട്ടാലഗോപുരൈ രാജതാരകുടൈ കോഷ്ഠൈ ഹേമകുംഭൈ അലങ്കൃതൈ രത്നകൂടൈർഗൃഹൈർഹൈമൈ മഹാമരകതസ്ഥലൈ വാസ്തോഷ്പദീനാം ഗൃഹൈ വലഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത്. ഇങ്ങനെയാണ് വേദവ്യാസ മഹർഷി 10ാം സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ആദ്യമായിട്ടൊരു നഗരം. ആ നഗരത്തിൽ 4 ഭാഗത്തും സമുദ്രമാണല്ലോ. ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പൊന്തിക്കിടക്കുന്ന ഒരു ലാൻഡ്, ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ദ്വീപ് പോലെയുള്ള ഒന്ന്. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് കാണുക? സമുദ്രമധ്യത്തിലുള്ളതായ ഭൂപ്രദേശമാണ് ദ്വീപ്. അതിലങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചുറ്റും ഉഗ്രനായിരിക്കുന്ന ഒരു മതിൽ. ആ മതിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തൂണുകൾ വേണം, അല്ലെങ്കിൽ മതിൽ പുരണ്ടു വീഴുമല്ലോ. ആ തൂണുകളൊക്കെ നല്ല മകുടത്തോടുകൂടി ഭംഗിയായിട്ട് സ്തൂപികളോടുകൂടി നിൽക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമാന്തരമായിട്ടുള്ള തൂണുകൾക്ക് മുകളിൽ എന്താ ഉള്ളത്? സ്തൂപികൾ, മകുടങ്ങളുണ്ട്. ആ മകുടങ്ങളൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, സ്വർണ്ണ സ്തൂപികളാണ്. ആ മതിലങ്ങോട്ട് കടന്നു കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നാലോ അവിടെ ഉദ്യാനങ്ങളാണ്. ഈ ഉദ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പല വിധത്തിലുള്ള ചെടികൾ, അതിൽ പൂക്കളുണ്ടാവാനുള്ള ചെടികളായിരിക്കും കൂടുതൽ. എന്നാൽ ഈ പൂക്കൾ പോലെ പലതരത്തിലുള്ള നിറഭേദമുള്ളതായ ഇലകളും ഉണ്ടാവും. അങ്ങനെയുള്ള പല വിവിധ വർണ്ണങ്ങളുള്ള പർണ്ണങ്ങൾ, ഇലകളുള്ളതായ ആ ചെടികളും പൂക്കളും എല്ലാം കൂടി മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് കളറിലുള്ളത്, വെളുപ്പ്, നീല, ഇങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അതൊക്കെ അങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട് അത്രേ അതിൻ്റെ ഉള്ളിൽ. ഇനി മാത്രമല്ല ഉപവനം വനം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഉപവനം എന്ന് പറഞ്ഞാൽ എന്താ? ഉപവനത്തിൽ സാധാരണ പ്രകൃതിയാ മുളച്ച് വളർന്ന വൻ വൃക്ഷങ്ങളൊന്നും കാണില്ല. ഇപ്പോൾ ഇവിടെ പുൽപ്പള്ളിക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ, ഊക്കൻ മരങ്ങളാണ്, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ വനങ്ങളാണ്, ഘോരവനങ്ങളുമാകാം. എന്നാൽ ഉപവനം എന്ന് പറയുമ്പോൾ നാമായി ഉണ്ടാക്കി തീർക്കുന്ന വനപ്രദേശം എന്ന് പറഞ്ഞാൽ നാം തന്നെ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളും വൃക്ഷങ്ങളുമെല്ലാം. ഇപ്പോൾ കൂവളം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. അതുമാതിരി പല മരങ്ങളും ഉണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ നട്ടുപിടിപ്പിക്കാം. മരുതുണ്ട്, ഇരുമുള്ളുണ്ട്, തേക്കുണ്ട്, വീട്ടിയുണ്ട്, വേങ്ങയുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഉപവനങ്ങൾ. ഈ ഉപവനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൃഹവാസത്തിന് തൊട്ടടുത്തുള്ളതാ. ഒരു തനിക്ക് പറയാം ഉമ്മറപ്പടി ഉദ്യാനം എന്ന് വരെ വേണമെങ്കിൽ പറയാം. ഉമ്മറപ്പടി വനങ്ങളാണെന്ന്. അങ്ങനെയുള്ള ഉപവനങ്ങൾ അതൊക്കെ വെട്ടുപിടിപ്പിച്ചതാണ്. അതങ്ങോട്ട് കിടന്നാൽ ധാരാളം ചുറ്റുപാതകളുണ്ട് അവിടെ. ആ ചുറ്റുപാതകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദ്വാരകയിൽ ആ ലാൻഡിൻ്റെ അതിർത്തി പ്രദേശത്തു കൂടി പോകുന്ന റിംഗ് റോഡ്സ് നമ്മളിപ്പോൾ പറയാറില്ലേ? ഡൽഹിയിലൊക്കെ ഔട്ടർ റിംഗ് റോഡ്, ഇന്നർ റിംഗ് റോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഉള്ള ഭൂപ്രദേശത്തിന് മുഴുവനും ആവരണം ചെയ്തുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ റോഡ് ഉണ്ടാക്കിയാൽ പിന്നെ ഇതിലേറെ ഒരു റോഡ് നിർമ്മാണവും ഇല്ല. അങ്ങനെയുള്ള ചുറ്റുമുള്ള പാതകൾ, ആ ചുറ്റുമുള്ള പാതകളെ പരസ്പരം യോജിപ്പിക്കണം. എവിടുന്നാണ് യോജിപ്പിക്കുക? ഒരറ്റത്തുനിന്ന് വേറെ ഒരറ്റത്തേക്ക്. അങ്ങനെ യോജിപ്പിക്കാൻ പോകുമ്പോൾ അതിനുള്ള വ്യാസസരണികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഡയമെട്രിക്കൽ റോഡ്സിന്. ആ സർക്കംഫറൻസിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് പുറപ്പെട്ട് നേരെ നടുക്കുകൂടി പുറത്തേക്ക് പോയാൽ വ്യാസസരണിയായി അത്. അങ്ങനെ ഒരു വ്യാസസരണിയല്ല, പല വ്യാസസരണികളും. എത്ര വേണമെങ്കിൽ ഡയമീറ്റർ ഉണ്ടാവാം. അപ്പോൾ സുഗമമായി ഗതാഗതം. ആ വ്യാസസരണികളൊക്കെ ചെന്ന് മുട്ടുന്നതായ പ്രദേശങ്ങൾ ചിലതുണ്ടാവും. റിംഗ് റോഡ് ഒരെണ്ണമല്ല, ഒന്നിലധികം ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തും കൂട്ടുപാതകൾ വരും. ആ കൂട്ടുപാതകൾ വരുമ്പോൾ കൂട്ടുപാതകൾ ഒന്നിൽ 4 എണ്ണത്തിലധികം ആവാം. അങ്ങനെ വന്നാൽ ആ ഓരോ കൂട്ടുപാതയിലും വന്നാൽ ഇടമുറിയാതെ പോവാനായിട്ട് ഇങ്ങനെ വട്ടത്തിൽ വൃത്താകൃതിയിലുള്ള അങ്കണങ്ങൾ. അങ്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുറ്റം, അലങ്കൃതമായിട്ടുള്ള മുറ്റം പോലെ അവിടെയും പൂക്കളും ചെടികളും ചെറുവൃക്ഷങ്ങളും എല്ലാം വെച്ച് കാണാനും ഈ വാഹനങ്ങളിലെ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കുത്താതെ ഇരിക്കാൻ പറ്റിയ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ വന്നാൽ സാധാരണ പറയും ഈ മലേഷ്യയിലൊക്കെ 12 മണി, 3 മണി, 9 മണി, 6 മണി എന്നൊക്കെ പറയുവർ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ നേരെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ 12 മണി.
ഇടത്തോട്ടാണ് പോണേന്നുണ്ടെങ്കിൽ 9 മണി, വലത്തോട്ടാണ് പോണേന്നുണ്ടെങ്കിൽ 3 മണി. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? ആ ക്രോസിങ്ങിന് പറയുകയാണ്, ഇങ്ങനെ നേരെ പോയി ഇടത്തോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ 9 മണി. 9 മണിയിൽ സൂചി എവിടെയാണ് നിൽക്കുക? ഈ ഭാഗത്താണ് നിൽക്കുക. 12 മണിക്കോ നേരെ പോവാൻ, 3 മണിക്കോ വലത്ത് ഭാഗം. അപ്പോൾ അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയും 12 o'clock എന്ന് പറയും അവർ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോവുക. ഒരു തടസ്സവും ഇല്ലാതെ വന്ന വാഹനങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പോകേണ്ടവരിങ്ങനെ പോവും. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അങ്കണങ്ങൾ. പിന്നെ ഇതിനൊക്കെ ഇടമുറി പാതകളാണ്, ഓരോന്നിനും ക്രോസ് റോഡ്. ആ ഇടമുറി പാതകൾക്ക് 2 ഭാഗത്തും എന്താ ധാരാളം 2 ഭാഗത്തും നിരത്തി ഇടിച്ച് ലെവൽ ചെയ്തിട്ടുള്ളതായ ഗതാഗതത്തിന് സുഗമമായിട്ടുള്ള ഉലാത്ത് പ്രദേശങ്ങളുണ്ട് അവിടെ. എന്താ ഈ ഉലാത്ത് പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ? വാക്കിംഗ് പാർക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ. നടക്കാനുള്ള ടെറസുകളും റോഡുകളും. ഇപ്പോൾ അമേരിക്കയിൽ പോയിരുന്നപ്പോൾ അവിടെ കണ്ടു, ചില റോഡുകളൊക്കെ നടക്കാനും സൈക്കിളിന് പോകാനും മാത്രമേ, അവിടെ വാഹനം പോകാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളൊക്കെ വന്ന് അവിടെ നടക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉലാത്താൻ, പേടിയില്ലാതെ ഉലത്താനുള്ള പ്രദേശങ്ങൾ അതെങ്ങനെ ഇരിക്കണം? ഇടിച്ച് നിരത്തി വെടുപ്പാക്കിയിരിക്കണം. ഭൂമി സ്വതവേ നിരന്നതല്ല, മനുഷ്യ പ്രയത്നം കൊണ്ട് നിരത്തിയെടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗതാഗതമോ ഇതൊക്കെ സുഗമമാക്കുന്നത് പാർക്കുകളുമുണ്ട് അവിടെ വേണ്ടിടത്തോളം. രാജധാനിക്ക് ചുറ്റും കനത്ത വലിയ ഒരു കോട്ട, പെരും കോട്ടയാണ് പിന്നെ ഒന്ന്. ആ കോട്ടയിൽ ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ഫടികത്തട്ടുകളുള്ള ഗോപുരങ്ങളാണ്. സ്ഫടികാട്ടാല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്ഫടികം കൊണ്ടുള്ളത്. എന്താ ഈ സ്ഫടികം? ചില്ല് പോലെയുള്ളതാണ്. അപ്പോൾ ആ ഗോപുരത്തിന് ഒരു നിലയല്ല, 2, 3, 4, 5, 7 നില വരെയൊക്കെ ആവാം. അവിടെയൊക്കെ സ്ഫടികം കൊണ്ടുള്ളതാണ്. പുറത്ത് നോക്കാൻ കാണാനും സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഫടിക തട്ടുകളുള്ള ഗോപുരങ്ങൾ. ഈ ഇടമുറി പാതകൾക്ക് 2 ഭാഗത്തും പൗരന്മാർക്ക് അവരുടെ വീടുകളും പൗരഭവനങ്ങളാണ് അവിടേക്ക്. അവർക്കുമുണ്ട് ഈ പാർക്കുകളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിശാലമായ ഉൾപ്പാതകളാണ് ഈ ഗോപുരങ്ങളുടെ ഉള്ളിൽ. അതിൻ്റെ 2 ഭാഗത്തും ഇരുപുറത്തിൽ പൂങ്കാവുകളോ പൂങ്കാവനങ്ങളോ ഉണ്ട്. അവിടെയുണ്ട് ഉപവനങ്ങൾ. പിന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള കിണറുകളുണ്ട്, കുളങ്ങളുണ്ട്, തടാകങ്ങളുണ്ട്. അതിലൊപ്പം ദേവസന്നിധികളുമുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. അവിടെയും ദേവാരാധന നടത്താനുള്ള ദേവഗൃഹങ്ങളുണ്ട്. അതുണ്ട് അവിടെ. ആനയ്ക്കിരിക്കാനുള്ള ആനപ്പന്തി, കുതിരപ്പന്തി, ഇതിനുള്ള ആലയങ്ങളൊക്കെ ഉണ്ട്. ആ ആനപ്പന്തികളും കുതിരപ്പന്തികളും എങ്ങനെയാ? വെള്ളി കൊണ്ടും പിച്ചള കൊണ്ടുമാണ് ഇതിൻ്റെ നിർമ്മാണം. ആ നിർമ്മാണത്തിന് മകുടങ്ങളോ സ്വർണം കൊണ്ട്. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇപ്പം ഞാനിങ്ങനെ വർണ്ണിക്കുന്നു, ദ്വാരകാവർണ്ണ വേദവ്യാസ മഹർഷി വർണ്ണിച്ചിരിക്കുന്നു. ഇത് എന്തിനാ എന്ന് നിങ്ങൾ ആലോചിക്കാം. എന്താണെന്നറിയാമോ? ഈ വർണ്ണന കൊണ്ട് ഇത് കേൾക്കുമ്പോൾ സമ്പദ് സമൃദ്ധിയാണ് ഈ സൂചിപ്പിക്കുന്നത്, സുഖ സൗകര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്, ജീവിത സൗകര്യങ്ങളാണ്. എത്ര ഏഴപ്പെട്ട മനസ്സിനും ദ്വാരക ഇങ്ങനെ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ശബ്ദം കർണപുടങ്ങളിൽ വന്ന് വീണ് മനസ്സിൽ ഇങ്ങനെ പതിയുമ്പോൾ ആ സുഖസമൃദ്ധി അനുഭവം എല്ലാവർക്കും അനുഭവിക്കാം. മനസ്സിന് അനുഭവിക്കാൻ ദൃശ്യമായിരിക്കുന്ന വസ്തുക്കൾ വേണമെന്നില്ല. ആ ദൃശ്യവസ്തുക്കളുടെ വിവരണം കേട്ടാൽ മതി. അങ്ങനെ വിവരണം കേട്ടിട്ടാണ് പരീക്ഷത്തിന് മോക്ഷം വന്നത്. മോക്ഷമാണല്ലോ ഏറ്റവും വലിയ ഐശ്വര്യം. അത് കൈക്കലാക്കാൻ വേണ്ടി 7 ദിവസം ശുഗമഹർഷിയുടെ ആ പ്രവചനം തോരാതെ കേട്ടേ ഉള്ളൂ. അതുമാതിരി പ്രേക്ഷകരായിരിക്കും നിങ്ങളിത് കേൾക്കുമ്പോൾ വർണ്ണിക്കുന്നത് ദ്വാരകയാണ്. പ്രവക്താവ് ഭൂമാനന്ദ സ്വാമിജിയാണ്. കേൾക്കുന്നത് നിങ്ങളാ. ഇതിൻ്റെ ഗുണം ആർക്കാണ് ഉണ്ടാവുക? നിങ്ങളുടെയൊക്കെ മനസ്സിൽ. ആ ദ്വാരകയിലുള്ള സമ്പദ് സമൃദ്ധി നിങ്ങളുടെ മനസ്സ് അനുഭവിക്കണം. അതോടുകൂടി ആ ഏഴത്തം മനസ്സിൽ നിന്ന് തുടച്ചങ്ങോട്ട് പോവും, അവിടെ ബാക്കി നിൽക്കില്ല. അവിടെ കൊട്ടാരങ്ങളുണ്ട്. ഏതൊക്കെയാ? ആ പ്രധാനപ്പെട്ടത് ഉഗ്രസേനുള്ള കൊട്ടാരം, പിന്നെ വസുദേവനുള്ളത്, അത് കഴിഞ്ഞാൽ കൃഷ്ണൻ, ബലരാമൻ, ഇങ്ങനെ എല്ലാവരും. അതിൻ്റെ തൊട്ടടുത്താണ് ബ്രാഹ്മണ ഭവനങ്ങളുള്ളത്. ഇതൊക്കെയാണ് ദ്വാരകയുടെ വർണ്ണന. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ കൂട്ടുപാതയും വൃത്താങ്കണങ്ങളും ക്രോസ് റോഡും രാജപാതയും തേരിന് പോകാനുള്ളത്, ആനയ്ക്ക് പോകാനുള്ളത്, ഇടയിലിടയിൽ പാർക്കുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, അങ്ങനെ ചന്ദ്രശാലകൾ, നിലാമുറ്റങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ സങ്കല്പമല്ല. 5000 കൊല്ലം മുൻപ് വേദവ്യാസ മഹർഷി എഴുതി വച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം, കേരളം ഇതുപോലെ ആവുമോ എപ്പോഴും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിവിടെ തൃശ്ശൂർ എന്തെങ്കിലും ഒരു പാർക്കുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പരമശിവൻ്റെ പേരിൽ ഒരു തേക്കിൻകാട് എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ ശക്തൻ തമ്പുരാൻ്റെ കാലം മുതൽക്ക് ഇട്ടു പോന്നിട്ടുള്ളത്, അത് ആക്രമിച്ചിട്ടാണ് ഇപ്പോൾ പാർക്ക് ഉണ്ടാക്കണത്. ആലോചിച്ച് നോക്കൂ കാര്യങ്ങൾ എവിടെയാണ്.
ഒരു രാജ്യം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകളോട് കൂടി വേണം രാജ്യം നിർമ്മിക്കാൻ. ഒരു മഹാനഗരം, ആ നഗരത്തിന് ചുറ്റും എന്ത് വേണം? ഉപനഗരങ്ങൾ വേണം. ഓരോ ഉപനഗരത്തിന് ചുറ്റും ഗ്രാമങ്ങൾ വേണം. ഓരോ ഗ്രാമത്തിന് ചുറ്റും വയൽപ്രദേശങ്ങൾ വേണം. ആ വയൽപ്രദേശത്തിന് ചുറ്റും ഒരു സർക്കംഫറൻസ് എന്നുള്ള നിലയ്ക്ക് കുന്നുകളും മലകളും വേണം. അങ്ങനെ പച്ച പുതച്ചിരിക്കുന്ന ആ പച്ചപ്പുതപ്പുണ്ടല്ലോ, ഏത് രാജ്യത്തായാലും ശരി, ആ രാജ്യത്തിൻ്റെ ചതുരശ്ര മേഖല എത്രയുണ്ടോ അതിൻ്റെ 1/3 ഭാഗം വാസ്തവത്തിൽ പച്ചപ്പുതപ്പായിരിക്കണം. അങ്ങനെയുള്ള പച്ചപ്പുതപ്പ് വനവും വേണം. ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കേരളത്തിൽ 1/1 കുറച്ച് കൊല്ലം മുൻപ് ഞാൻ പറഞ്ഞു കേട്ടത് കർണാടകത്തിൽ മാത്രമേ 1/1 വനപ്രദേശമുള്ളൂ എന്നാണ്. ഉത്തർപ്രദേശത്തിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. അപ്പം നിങ്ങളിതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ മാതിരിയുള്ള വിഭാവനകൾ വിശ്വകർമാവ് എന്നുള്ള പേരിൽ നമുക്ക് വാസ്തുശില്പിശാസ്ത്രത്തിൽ ധാരാളം പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടിയും ആ ഭാഗം വായിക്കാം. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈ ദിവിസ്പൃഗ്ഭി. അവിടെയുള്ള താരങ്ങളും എല്ലാം ആകാശം മുട്ടുന്ന അത്ര ഉയരമാണത്രേ. അതിൻ്റെ മുകളിൽ സ്വർണം കൊണ്ടാണ് താഴികക്കുട ഉണ്ടാക്കി വെച്ചിരിക്കണേന്നാണ് പറയുന്നത്. ദിവിസ്പൃഗ്ഭി സ്ഫാടികാട്ടാലഗോപുരൈ രാജതാരകുടൈ കോഷ്ഠൈ. അരി, നെല്ല്, ഗോതമ്പ് ഇതൊക്കെ ഉണ്ടാക്കിയിടാനുള്ള സൈലോസ് ഉണ്ടല്ലോ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വെള്ളി കൊണ്ടും പിച്ചള കൊണ്ടുമാണെന്നാണ് പറയുന്നത്. രാജതാരകുടൈ കോഷ്ഠൈ ഹേമകുംഭൈ അലങ്കൃതൈ. അതിൻ്റെയും മകുടങ്ങളൊക്കെ സ്വർണ്ണാണ്. രത്നകൂടൈ ഗൃഹൈ ഹൈമൈ മഹാമരകതസ്ഥലൈ. പ്രത്യേകിച്ചും ആ അകത്ത് വരുമ്പോൾ എല്ലാവർക്കും ഉലാത്താനായിട്ട് ഭൂപ്രദേശം ഇടിച്ചു നിരത്തി എന്ന് പറഞ്ഞില്ലേ, ആ ഇടിച്ചു നിരത്തിയതിൽ ഈ മരതകപ്പച്ച, സംസ്കൃതത്തിൽ മരകഥം എന്ന് പറയും, മലയാളത്തിൽ മരതകം എന്ന് പറയും. ആ മരതകം കൊണ്ടിട്ട് ഇടിച്ച്, ആ പൊടി ഇട്ടിട്ട് ഇടിച്ച് നിരത്തിയിരിക്കുകയാണത്രേ. ഈ മരതകം എന്ന് പറയുന്നത് എന്താ? അത് കണ്ണിനും ഞരമ്പിനും വളരെ പുഷ്ടി നൽകുന്നതാണ്. ഈ പച്ച നിറം തന്നെ കണ്ണിന് വളരെ വിശേഷമാണ്. നമ്മളിപ്പോഴത്തെ നഗരം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലുള്ളവർക്കൊക്കെ വലിയൊരു ആകർഷണമാണ്. വലിയൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അവർക്കൊരു മത്താണിതിൽ. അതിന് ഞങ്ങളൊക്കെ എന്താ പറയുക? കോൺക്രീറ്റ് ജംഗിൾസ് എന്നാണ് പറയുക. അത് ഈ കോൺക്രീറ്റ് ഉണ്ടല്ലോ, മണലും സിമെൻറ്റും ഉരുക്കും കൂടിയിട്ടുള്ളത്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചില കുന്നുകളോ ചെറിയ മലകളോ പോലെയാണ് നമ്മുടെ പുതിയ നഗരങ്ങൾ. അങ്ങനെയല്ല വേണ്ടത്. ഒരു കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് ചുറ്റും ചുരുങ്ങിയത് 5-6 വൃക്ഷങ്ങൾ വേണം. ഇതിപ്പോൾ എന്താക്കി? മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഉണ്ടാക്കി. ഒരു ബിൽഡിംഗ് 100 ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 100 വീട്. ആ 100 വീടുകാർക്ക് ചുരുങ്ങിയതൊരു വീട്ടുകാർക്ക് 4-5 വൃക്ഷം വേണം. അപ്പം 100 എണ്ണത്തിനോ 500 വൃക്ഷം വേണം. അവിടെ 5 എണ്ണവും കൂടി ഉണ്ടാവില്ല. നോക്കിക്കോളൂ നമ്മുടെ ജീവിതം സുഭഗമാകുമോ എന്ന്. എല്ലാവരുടെ വിചാരം നിലം നന്നായാൽ നന്നായി. നിലം നന്നായാൽ ചവിട്ടി നടക്കാം. ആ ചവിട്ടി നടക്കുന്ന ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ ജീവവായു കിട്ടണം. അതിന് ആരോഗ്യം വേണമെങ്കിൽ നല്ല വെള്ളം കുടിക്കണം. വിഷാംശമില്ലാത്തതായ ഭക്ഷണ സാമഗ്രികൾ അകത്ത് ചെല്ലണം. അതൊക്കെ ഉണ്ടാവുന്നത് ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിന്ന് പറ്റില്ല. അതിന് സാധാരണ നമ്മുടെ ആ കന്യാ മണ്ണ് തന്നെ വേണം. അവിടെ വേണം നെട്ട് വളർത്താൻ. അതുകൊണ്ടാണ് ഒരു വീട്ടിലുള്ളവർ 2 കുട്ടികളുണ്ടായ ചുരുങ്ങിയത് 20 വൃക്ഷങ്ങളോ ചെടികളോ വയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ മരതകപ്പച്ചയിട്ട് ഇടിച്ചിട്ടുള്ളതാണ് നിലങ്ങൾ മുഴുവൻ. അവിടെയാണ് ഈ നടക്കുക, ഒരു തടസ്സവുമില്ലാതെ. വാസ്തോഷ്പദീനാം ച ഗൃഹൈ വലഭീഭിശ്ച നിർമ്മിതൈ. വാസ്തോഷ്പദീനാം ച ഗൃഹൈ, ധാരാളം ദേവസന്നിധികളുണ്ട്. വലഭീഭിശ്ച നിർമ്മിതം, അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി ചന്ദ്രശാലകൾ. കുറച്ച് നേരം പുറത്തിരുന്നിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കണം, നിലാവ് തട്ടി നിൽക്കണം. അങ്ങനെ നിലാവ് തട്ടാവുന്ന തരത്തിലുള്ള മുറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് നോക്കിക്കോളൂ. സാധാരണ നിലാവ് നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ മുകളിൽ കവറുണ്ടാവാൻ പാടില്ല. അതിന് അങ്ങനത്തെ മുറ്റം തന്നെ വേണം. ഇടയ്ക്കൊന്ന് പുറത്ത് കിടന്ന്, നിലാവുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്ത് കിടന്ന് ഒന്ന് ഉലാത്താനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി. ചാതുർവർണ്യജനാകീർണം യദുദേവഗൃഹോല്ലസത്. എന്നിട്ടോ അവിടെ ബ്രാഹ്മണരുണ്ട്, വൈശ്യന്മാരുണ്ട്, ക്ഷത്രിയന്മാരുണ്ട്, ശൂദ്രന്മാരുണ്ട്. അവരെ എല്ലാവരെയും മുറ പോലെ താമസിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ദ്വാരക നിർമ്മിക്കാനായിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? പെട്ടെന്ന് കൃഷ്ണൻ തന്നെ പണിപ്പെട്ടുണ്ടാക്കിയതാണോ? അല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ആവശ്യം എന്താ? മധുരവാസികളെ, മധുര നിവാസികളെ വേണ്ടതുപോലെ സുരക്ഷിതമായി പാർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ രാജ്യം വിശാലമായ രാജ്യമാണ്.
ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു താലൂക്കിലോ ഒരു മാറ്റിപ്പാർപ്പിക്കൽ വന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഒട്ടാകെയുള്ള ഉത്തരവാദിത്തമാണ്. ഞാൻ പറയും, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എവിടെയെങ്കിലും കല്യാണം കഴിക്കേണ്ടതുണ്ടെങ്കിൽ അത് സമാജത്തിൻ്റെ ആവശ്യമാണെന്ന്. ആ കുട്ടി എവിടെ ജനിച്ചു, ഏത് വകുപ്പിൽ ജനിച്ചതാ, തട്ടിൽ ജനിച്ചതാണെന്ന് ആലോചിക്കരുത്. ഏത് പെൺകുട്ടിയായാലും വിവാഹം കഴിക്കണം, അതിനൊരു ആൺകുട്ടി വേണം. ആ വിവാഹം എന്ന് പറയുന്നത് വീട്ടുകാരാണ് ഒരു മാതിരിയൊക്കെ നടത്തുക. അതിന് എപ്പോഴൊക്കെ സഹായം വേണോ നിങ്ങളൊക്കെ കൊടുക്കണം. നിങ്ങളുടെ കഴുത്തിലുള്ള പണ്ടത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരിഴ പൊട്ടിച്ചെടുത്ത് സഹായിക്കണം നിങ്ങളെന്നാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നിങ്ങളുടെ തന്നെ മംഗളപൂർണമായ ജീവിതത്തിനും വേണ്ടി പറയാനുള്ളത്. അതിൽ ഒരു വാക്ക് ഞാൻ മാറ്റില്ല. സമാജത്തിനോടൊരു പ്രതിബദ്ധത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ശ്രീകൃഷ്ണൻ്റെ ദ്വാരകാ നിർമ്മാണത്തിന് എന്തുണ്ടായി? ഇവിടെ പറയുകയാണ്, സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോദ്ധരേ എത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർ യുജ്യതേ. ശ്രീകൃഷ്ണ പരമാത്മാവാണ് ലീഡർ. അവിടെ മധുരവാസികളാണ് പോയി താമസിക്കാൻ പോകുന്നത്. അവിടെ ഉഗ്രസേനനുണ്ട്, വസുദേവനുണ്ട്, പലരും പോയി താമസിക്കേണ്ട സ്ഥലമാണ്. അവിടെ പോയിരുന്നാൽ രാജകാര്യങ്ങൾ പലതും ആലോചിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു അത്രേ? സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോത് ഹരേഹേ. ശ്രീഹരി ശ്രീകൃഷ്ണന് ഒരു ദ്വാരകാ നിർമ്മാണം ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചോദിക്കാതെ തന്നെ വരുണൻ സുധർമാം പാരിജാതം ച. സുധർമ്മ എന്ന് പറയുന്നത് എന്താ? വലിയൊരു അസംബ്ലി ഹൗസാണ്. അതങ്ങോട്ട് കൊടുത്തയച്ചു അത്ര. അവിടുന്ന് പാരിജാതം കൊടുത്തയച്ചു ആര്? മഹേന്ദ്രൻ. അങ്ങനെ കുബേരൻ സമ്മതിച്ചു വേറെ ഒന്ന്, ഛത്രചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. ഈ സുധർമ്മ എന്ന് പറയുന്ന സഭാഗൃഹമുണ്ടല്ലോ, മണ്ഡപം, ആ മണ്ഡപത്തിൽ ചെന്നിരുന്നാൽ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല അത്രേ. എന്തെങ്കിലും കാരണത്താൽ വീടൊക്കെ വിട്ട് രക്ഷയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് കൂടേണ്ടി വന്നു എന്ന് പറഞ്ഞാലും വിശപ്പും ദാഹവും ഒന്നും അവിടെ ഉണ്ടാവില്ല എന്ന്. ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിയോജയൻ. ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ. നോക്കൂ, ഇങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഈ മഹർഷി എഴുതി വച്ചിരിക്കുന്നത്. വെളുത്ത കുതിരയെ കൊടുത്തയച്ചു അത്രേ. അതെങ്ങനത്തെ കുതിരയാ? ഇന്ദ്രൻ്റെ കുതിരകളെ തോൽപ്പിക്കുമാറുള്ള കുതിരകളാണ്, അത്ര വിശേഷപ്പെട്ടതാ. അത് മാത്രമല്ല, അതിനൊരു കൂടുതൽ വിശേഷമുണ്ട്. ശ്യാമൈകകർണാൻ, അതിൻ്റെ ഒരു ചെവി ഉണ്ടല്ലോ അത് കറുപ്പാണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇടയ്ക്ക് ചില പട്ടികളൊക്കെ അങ്ങനെ അപൂർവമായിട്ട് കാണാം, നായ്ക്കളെ. ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ. എത്ര വേഗതയിലാണ് ഈ കുതിരകൾ സഞ്ചരിക്കുക എന്നറിയോ? അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള കുതിരകളൊക്കെ തോറ്റുപോകും ആ റേസ് കോഴ്സിനൊക്കെ കൊണ്ടുവന്നാൽ. ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. സ്വന്തം കയ്യിൽ നിന്ന് കുബേരൻ എന്ത് ചെയ്തു? 8 നിധികൾ കൊടുത്തയച്ചു അത്രേ, കോശങ്ങൾ. ആ കോശങ്ങൾക്ക് പേരുണ്ട്. എന്തൊക്കെയാ പേര്? ഒന്നിന് പത്മം, മറ്റതോ മഹാപത്മം, മൂന്നാമത്തത് മത്സ്യം, പിന്നെ കൂർമ്മം, ഔദകം നീലം, മുകുന്ദം ശംഖം. ഇങ്ങനെ 8 കോശങ്ങളാണ് അത്രേ കൊടുത്തയച്ചത്. കൃഷ്ണൻ ബുദ്ധിമുട്ടരുത്, ദ്വാരകയ്ക്ക് ഒരു വിധത്തിലും വിഷമം വരരുത് എന്ന്. അവിടെ നിന്നില്ല കാര്യങ്ങൾ എല്ലാവരും കൊടുക്കണത്. യദ്യത് ഭഗവതാദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുഹു ഹരൗ ഭൂമികതേ നൃപ. ഇനി ബാക്കിയുള്ള ദേവഗണങ്ങളും അധിപന്മാരും ദിക്പാലന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു? യദ്യത് ഭഗവതാദത്തം ആധിപത്യം സ്വസിദ്ധയേ. എല്ലാവരുടെ കയ്യിലുള്ള വിഭവങ്ങളും നിങ്ങൾ വിചാരിക്കും ഞാൻ സമ്പാദിച്ചതാ, എൻ്റെ അച്ഛനമ്മമാർ തന്നതാ, അല്ലെങ്കിൽ ഓസ്യത്ത് കിട്ടിയതാ, ഇല്ലെങ്കിലോ സ്ത്രീധനമായി തന്നതാ. ഇന്നാൾ നമ്മുടെ ആശ്രമത്തിലൊരാൾ വന്നു. എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുക? സ്വാമിജി, എനിക്കിത്തിരി വിഷമം. എന്താ വിഷമം? വിഷമത്തിന് എന്താ കാരണം? സ്വാമിജി, നമ്മുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു പാർട്ടീഷനൊക്കെ കഴിഞ്ഞു. അതിലെനിക്ക് കുറച്ച് ഭൂമി കിട്ടാനുണ്ടായിരുന്നു. ആ ഭൂമിയിൽ കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുക. അതെനിക്ക് സമ്മതമായില്ല. എന്നിട്ട് കുറച്ചൊക്കെ തന്നു, കുറച്ച് അത് തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞു, അതേ കഴിഞ്ഞുകൂടാൻ വകയൊക്കെ ഇല്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കണേ? അത് കുറഞ്ഞോ കൂടിയോ? അവർ പറയണു റോഡിനെടുത്ത് പോയെന്ന്. അതെങ്ങനെയാണ് സമ്മതിക്കാൻ പറ്റുകയെന്ന്.
എല്ലാം കൂടി എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വലിയ സംഖ്യയൊന്നുമില്ല. എന്നാലും മനസ്സിലൊരു വിഷമമാണ്. പറയുന്നത് എന്താ? സ്ത്രീധനത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ഇരിക്കാൻ പെൻഷനുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇതിനൊക്കെ പോണോ? നമ്മുടെ മനസ്സാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. യദ്യത് ഭഗവതാദത്തം. നിങ്ങൾ പണക്കാരാണെങ്കിലും അല്ല കുറഞ്ഞ പണക്കാരാണെങ്കിലും പെൻഷൻ പറ്റുന്നവരാണെങ്കിലും എപ്പോഴും മനസ്സിലാക്കിക്കോളൂ, ഈ ഭൂമി ഈശ്വരൻ തന്നതാണ്. നമ്മുടെ കൈകാലുകളും കണ്ണും മനസ്സും ബുദ്ധിയും ഈശ്വരൻ രചിച്ച് തന്നതാണ്. ആ ഈശ്വരദത്തമായ ശരീരത്തിലൂടെ ഈശ്വരദത്തമായ പഞ്ചഭൂതങ്ങളോടുകൂടി നാം സമ്പർക്കം നടത്തി അതിൽ നിന്നുണ്ടാവുന്ന നേട്ടങ്ങൾ ലക്ഷോപലക്ഷം കോടാനുകോടി ആയിക്കോട്ടെ, ഇതൊക്കെ ഈശ്വരനിൽ നിന്ന് അന്യമായി വേറെടുത്ത് നിങ്ങൾ കാണരുത്. യദ്യത് ഭഗവതാദത്തം. ആ ഈശ്വരൻ നൽകിയിട്ടുള്ളതുണ്ടല്ലോ അത് മുഴുവനും സർവം പ്രത്യർപ്പയാമാസുഹു ഹരൗ ഭൂമികതേ നൃപ. ശ്രീഹരി ശ്രീകൃഷ്ണനായി മനുഷ്യനായി ജനിച്ച് ഒരു ദ്വാരക ഉണ്ടാക്കാൻ പുറപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം വേണോ അത് മുഴുവനും കൊടുത്തു അത്രേ. ആ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷമവും ഇല്ല, ഒരു ലോഭവും ഇല്ല. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്ത്? ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം ദ്വാരകാവർണ്ണനെയാണ്. വേദവ്യാസ മഹർഷിക്കും ഇത് പറയുമ്പോൾ ചില ഉദ്ദേശമുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നത് എന്താ? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ഞാനിതാ മനുഷ്യർ പ്രതിദിനം അനുവർത്തിക്കേണ്ടത്, പിന്തുടരേണ്ടത്, അനുധാവനം ചെയ്യേണ്ടതായ ധർമ്മമാണ് തൊലി ഉരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ദ്വാരകാ നിർമ്മാണത്തിൽ വരുണനും കുബേരനും ദിക്പാലന്മാരും എല്ലാവരും എങ്ങനെ സഹായിച്ചുവോ അതേമാതിരി ഈശ്വര കാര്യങ്ങൾ, അധ്യാത്മ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുണ്ടോ അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം, പൗരന്മാരെല്ലാവരും. നമ്മുടെ മലയാള ഭാഷയിൽ നല്ലൊരു വാക്കുണ്ട്, സാധാരണ ആരും ഉപയോഗിക്കാറില്ല. ആദ്യമായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച് കേട്ടത് ഒരു 50 കൊല്ലം മുൻപ് തൃശ്ശൂരിൽ കേണൽ പിഷാരടി എന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജ്ഞാനയജ്ഞത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈശ്വര കൈങ്കര്യമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ആ ഈശ്വര കൈങ്കര്യം നിങ്ങൾ മലയാളത്തിൽ വല്ല നിഘണ്ടു ഉണ്ടെങ്കിൽ തുറന്നു നോക്കൂ, ഈ കൈങ്കര്യ ശബ്ദത്തിന് എന്താ അർത്ഥം എന്ന്. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കാവുന്നത് എന്തോ അത് കൈങ്കര്യ. അത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നതിനാണ് സേവനം, സേവ എന്ന് പറയുക. നമുക്കിവിടെ ബ്രഹ്മസ്വം ദേവസ്വം എന്ന് 2 സങ്കല്പങ്ങളാണ്. ഒന്ന്, ദേവസന്നിധികളെ സംബന്ധിച്ചുണ്ടാവുന്ന വിഭവങ്ങളൊക്കെ ദേവസ്വമാണ്. പഴയ കാലത്ത് ബ്രാഹ്മണരെന്ന് പറയും, വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനികൾ, സന്യാസിമാർ, അവരുടെ മഠങ്ങൾ, അവരുടെ സങ്കേതങ്ങൾ, അധ്യാത്മവിദ്യ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ, ആശ്രമങ്ങൾ. ഇതിലേതാ മേലേന്ന് പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പറയും, മിണ്ടുന്ന ദൈവം അധിവസിക്കുന്ന കേന്ദ്രമാണ് ഉത്തമമായി പരിഗണന അർഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാർ എന്തെന്നില്ലാതെ സമ്മേളിച്ച് അങ്ങനെ പോകുന്നത്. ആ ഭക്തന്മാർ വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് ദേവാലയത്തിൻ്റെയോ ദേവസ്വം മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഗുരുവായൂരിൽ പൂത്ത പണം ഉണ്ട് അവർക്ക്. എന്നാൽ ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പറയുമ്പോൾ ഗവൺമെൻറ് മാനേജ്മെൻറ്റാണ്. ഗുരുവായൂരപ്പൻ്റെ പേരും പറഞ്ഞ് വരുന്ന പണം വേറെ ഒരു കാര്യത്തിനും ചെലവ് ചെയ്യരുത്. ആദ്യമായിട്ട് ചെലവ് ചെയ്യേണ്ടത് ഭക്തജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കാനാണ്. അവിടെ ആരും പട്ടിണി കിടക്കരുത്. അവിടെ തൊഴാൻ വന്നിട്ടോ മറ്റു പ്രകാരത്തിലോ പട്ടിണി കിടക്കരുത്. ഗുരുവായൂരിലെ ഖജനാവ് കാലിയാവുന്നത് വരെ പണം ചെലവ് ചെയ്ത് ഭക്ഷണം കൊടുക്കണം ഭക്തന്മാർക്ക്. ഇത് ദേവസ്വം ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അവിടെ തൊഴാൻ വരുന്നവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതൊക്കെ അവരുണ്ടാക്കി കൊടുക്കണം. എത്ര കൊല്ലായി ഇപ്പോഴും ആ ഗുരുവായൂർ വേണ്ടത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന പരിമാണമോ മാനത്തോടോ കൂടി സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ എന്നെനിക്കറിയില്ല. ഇത് വളരെ പ്രധാനമാണ്. ആദ്യം അധ്യാത്മ കേന്ദ്രങ്ങൾക്കാണ് പ്രാധാന്യം. അത് കഴിഞ്ഞാൽ ദേവസന്നിധികൾക്ക്, പിന്നെയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് ആൻഡ് സോ മെനി അതർ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. ഇതിനാണ് പിന്നത്തെ മുൻഗണന നമ്മൾ കൊടുക്കുക. ഞാനിത് എന്തിനാ പറയുന്നത്? ഈശ്വര കൈങ്കര്യം എന്ന് വിചാരിച്ച് എന്തെല്ലാം ധാർമ്മിക പ്രവർത്തനങ്ങളുണ്ടോ ആ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഇവിടെ യജ്ഞം, യാഗം എന്നൊരു സങ്കല്പമുണ്ട്. എന്തെങ്കിലും യാഗം നടത്തുമ്പോൾ മനുഷ്യർക്ക് എന്തൊരു ഉത്സാഹം! ആ യാഗത്തിനേക്കാൾ വിശേഷപ്പെട്ടതാണ് ജ്ഞാനയജ്ഞം. ഈ സംപ്രേഷണ മഹാജ്ഞാന സത്രം നടക്കുന്നുണ്ടല്ലോ, ഇത് ഉപായപ്പെട്ടതൊന്നുമല്ല. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവ് വരുന്നതാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം എങ്ങനെ നടക്കും?
ഇതിന് പലരുടെയും സഹായം വേണം. ദ്വാരകാ നിർമ്മാണത്തിന് പോലും എന്തുണ്ടായി എന്ന് ആലോചിച്ച് നോക്കൂ. മോളുന്ന സഹായം ഓരോരുത്തർ അയച്ചു കൊടുത്തത്. കൃഷ്ണൻ അതിനു വേണ്ടി ഒരു അപ്പീലൊന്നും പറഞ്ഞില്ല, ന്യൂസ് പേപ്പർ, പ്രസ് കോൺഫറൻസ് ഒന്നും നടത്തിയില്ല. കാര്യം കേട്ടറിഞ്ഞ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ജ്ഞാനയജ്ഞങ്ങളോ സത്രങ്ങളോ നടക്കുമ്പോഴൊക്കെ ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള വിഭവങ്ങളിൽ പരമാവധി ആകാവുന്നത് നൽകി അതിനെ കാര്യക്ഷമമാക്കി പൂർണ്ണമാക്കി പ്രസിദ്ധമാക്കി കൂടുതൽ കൂടുതൽ പ്രചാരവും പ്രചരണവും കിട്ടത്തക്ക വിധത്തിൽ പുഷ്ടിപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട്. യദ്യത് ഭഗവതാദത്തം എന്നൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടുന്നത്. എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഭഗവതാദത്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ നമുക്ക് ദാനം ചെയ്തിട്ടുള്ളതാണ്, തന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വളയുണ്ടെങ്കിൽ വള, അരഞ്ഞാണുണ്ടെങ്കിൽ അരഞ്ഞാൺ, കാലിൽ പാദസരമുണ്ടെങ്കിൽ അത്, മൂക്കുത്തിയോ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അതൊക്കെ ഈശ്വരൻ്റെ ആണെന്നുള്ളൊരു വിചാരം. ശരീരം ഈശ്വരൻ്റെ ആണെങ്കിൽ ശരീരാലങ്കാരങ്ങൾ ഈശ്വരൻ്റെ അല്ലേ? അപ്പം ഞാൻ ഒരു സന്യാസിയാണല്ലോ, എല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളുടെ ജോലി വരുമാനം ഒക്കെ വിട്ടു, പിന്നെയോ സ്വജനങ്ങളെയും വിട്ടു, വരുമാന മാർഗങ്ങളൊന്നുമില്ല, ഒക്കെ ഇഷ്ടത്തോടു കൂടി വിടുകയാണ്. എന്താ കാരണം? അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈശ്വരനിൽ അധിവസിക്കണു എന്ന് പറയാൻ സാധിക്കുക. ഈ ഭൂമിയെ താങ്ങി നിൽക്കുന്നതെന്തോ ആത്മസരണിയിൽ ഞാൻ ആ ഭാഗമൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഈ വലിയ സന്തോഷമായിരുന്നു എല്ലാം വിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് അന്ന് മുതൽക്കുള്ളൊരു വിചാരം എന്താ, എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല അവിടെ. അപ്പം ഞാൻ ചില ലേഖനങ്ങൾ എഴുതുമ്പോൾ മുമ്പും പറഞ്ഞ മാതിരി നിഷ്കിഞ്ചനൻ അകിഞ്ചനൻ എന്നൊക്കെ പറയും. എന്താ? ഒന്നുമില്ലാത്തവൻ, ഏതെങ്കിലും ഒന്നിൽ പോലും തൻ്റേത് എന്നൊരു വിചാരമില്ല, അങ്ങനെയുള്ളൊരു നില. എൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരനാണ് സർവധനാഢ്യൻ. എല്ലാ വിധത്തിലുള്ള ധനവും വേണ്ടത്ര ലോപമില്ലാതെ കൈയാളുന്നത് ഈശ്വരനാണ്. നിങ്ങൾ പണക്കാരൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആദ്യം ശ്രീഹരിയെ പെടുത്തിക്കോളൂ, അല്ലെങ്കിൽ മഹാദേവനെ പെടുത്തിക്കോളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാ. നിങ്ങൾ പറയരുത് അമേരിക്കയിലുള്ള ഒരാളാണ് പണക്കാരെന്ന് പറഞ്ഞു പോകരുത്. ഏറ്റവും വലിയ പണക്കാരൻ ഈശ്വരനാണ്. സ്വാമിജി എന്താ അങ്ങനെ പറയുക? അങ്ങനെ തന്നെയാണ് ഞാൻ പറയുക. അത് നിങ്ങളും പറയണം. എന്താ അതിന് കാരണം? കേട്ടോളൂ, എൻ്റെ മനസ്സിലുള്ള മനോവൃത്തികളാണ് ഇത്. നിങ്ങൾ ഭൂമാനന്ദ സ്വാമിജി പറയണു എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ ഒരു മനസ്സാണ് ഈ സ്വാമിജിക്കും. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം, അതിൽ അമ്മ പെറ്റു വളർന്നതാണല്ലോ ഈ ശരീരം, അതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ മുൻപിലാണ് ഈ വിചാരങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം വന്ന് നിൽക്കുന്നത്, എഴുന്നള്ളി വരി വരിയായി നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതാണ്. എന്താ? ഈ ലോകത്തിൽ ആരാരെല്ലാം പണക്കാർ എന്ന് അഭിമാനിക്കുന്നുണ്ടോ ആ പണക്കാരുടെ കയ്യിലുള്ള പണം മുഴുവനും രണ്ട് വിധത്തിലുണ്ടായതാണ്. ഒന്ന്, ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുണ്ടാവുന്ന വിളകളാണ് ഇവിടുത്തെ ധാന്യങ്ങളും സെറിയൽസും എല്ലാം. അനവധി മരുന്നുകളും ഏലക്കായ, കരയാമ്പൂ അടക്കം എല്ലാം, കുങ്കുമപ്പൂ അടക്കമൊക്കെ കൃഷി ചെയ്തുണ്ടാവുന്നതാണ് പലതരത്തിൽ. ചിലത് വെറുതെ വനസസ്യം എന്നുള്ള നിലയ്ക്ക് കിട്ടുന്നതായിരിക്കാം, അതൊക്കെ ഭൂമിയിലുണ്ടാവുന്നതാണ്. ഇനി രണ്ടാമതൊരു പ്രവൃത്തിയോ, പല വിധത്തിലുള്ള ധാതുക്കളും ലവണങ്ങളും കുഴിച്ചെടുത്ത് അതിനെ രൂപഭേദപ്പെടുത്തി ഉത്പന്നങ്ങളാക്കി വിറ്റിട്ട്, അപ്പോൾ ഒന്നുകിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫാമിംഗ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഇങ്ങനെ രണ്ട് തരത്തിലേ ഉള്ളൂ. ഇത് കൊണ്ടെത്തിക്കാനുള്ള വാണിജ്യ വ്യവസായങ്ങളാണ് പിന്നെയുള്ളതൊക്കെ. ഇങ്ങനെയുള്ള പണം. അപ്പോൾ ആരുടെ കയ്യിൽ പണമുണ്ടെങ്കിലും അത് ഭൂമിയിലുള്ള സാധനങ്ങൾ ഉത്പന്നങ്ങളാക്കി കൊടുത്ത് കിട്ടുന്ന പണം. അപ്പോൾ ഭൂമി രചിച്ചവനോ കൂടുതൽ വലിയ പണക്കാരൻ ഈ ഉത്പന്നങ്ങൾ വിറ്റ് ജനങ്ങളെ കൊണ്ട് മേടിച്ച് അതിലുണ്ടാക്കുന്ന ലാഭമുള്ളവനോ? ഈ ചോദ്യത്തിന് നിങ്ങൾ 10 പേരെങ്കിലും എന്നോട് മറുപടി പറയുമോ? എൻ്റെ മനസ്സിൽ കാതലായി തട്ടുന്ന ഒരു ചോദ്യമാണത്. ആരാ ഇവിടെ പണക്കാരൻ? ഞാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പണക്കാരനാണ് ഈശ്വരൻ. അങ്ങനെ പറയുമ്പോൾ 19 കൊല്ലായില്ലോ ഈ സ്വാമിജി ഓടി നടക്കണു. പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓരോ തവണ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് ചിലതൊക്കെ ചെയ്യും. 1996 എങ്ങാണ്ടാണ് തോന്നുന്നു, നമുക്ക് കുറച്ച് പ്രായമായി എന്ന് പറഞ്ഞ് ഈ നാരായണാശ്രമ തപോവനത്തിന് ഒരു അവകാശം വേണമെന്ന് പറഞ്ഞ് ഒരു ട്രസ്റ്റൊക്കെ ആക്കി രൂപീകരിച്ചത്. അങ്ങനെ ട്രസ്റ്റ് ആയപ്പോൾ മാനേജിങ് ട്രസ്റ്റി എന്നൊരു പേര് വന്നു. അപ്പോൾ ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്നതാ ഇന്ന കാര്യം ചെയ്യൂ, ഞങ്ങളതിന് കുറച്ച് പണം ഏൽപ്പിക്കണു എന്നൊക്കെ പറയാൻ വിരോധമില്ല.
അങ്ങനെയാണ് ഇപ്പോൾ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, അന്നവസ്ത്ര വാർഷിക സത്രം, ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊക്കെ ധാരാളമുണ്ട്. ആദ്യമൊക്കെ 25-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ കാര്യം കഴിയുമായിരുന്നു. ഞാനിവിടെ വന്ന് താമസിക്കുന്ന കാലം 1963 തൃശ്ശൂരിനടുത്തുള്ള പാർളം പഞ്ചായത്ത് വെങ്ങണിശ്ശേരി, അവിടെയുള്ള പാണ്ഡവഗിരി കിഴക്കേ ചെരുവിൽ ആരും താമസിക്കാത്തൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞ് ഇവിടെ താമസം തുടങ്ങി. അന്നൊക്കെ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു 25 ഉറുപ്പിക പോലും ചിലവില്ല. അങ്ങനെയായിരുന്നു. അതൊക്കെ മാറിയപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവ് ആശ്രമത്തിൽ പ്രതിമാസം. അപ്പോൾ ഇങ്ങനെ പലതും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പലതും നടക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ആരുടെ അടുത്തും ചെന്ന് പണം ചോദിക്കുക എന്നൊരു ചോദ്യം നമുക്ക് വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈശ്വരനോട് എൻ്റെ ഭാഷയിൽ പറയും, അതേ ഈ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. എന്താ ഗൗരവം? ആരായി പോണത്, എന്തിനാ പോണേന്നൊക്കെ ഒരു ആലോചന വരും. അപ്പം ഞാൻ അതിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലുള്ള വിചാരം ഇതാണ്. ചീരാണികിം പഥിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഘ്രിപാഃ പരഭൃതസ്സരവോപ്യശുഷ്യൻ രുദ്ധാഗുഹാ കിമജിതോവതിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. ഞാനിത് പ്ലാറ്റ്ഫോമിൽ നിന്ന് രസിച്ച് ആ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ട് പറയുന്ന ശ്ലോകമാണിത്. ഇതെവിടെയാണെന്നറിയോ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ശുകമഹർഷി പറയുന്നതാണ്. നമ്മുടെ ഭാഗവത പണ്ഡിതന്മാരാരെങ്കിലും ഇത് പഠിച്ച് ആസ്വദിച്ച് ശ്രോതാക്കളെ കൊണ്ട് ആസ്വദിപ്പിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളിത് ആസ്വദിപ്പിക്കണം, സ്വയം ആസ്വദിക്കണം. ശുകമുനി നൂല് ബന്ധമില്ലാതെയാണ് വന്ന് അവിടെ ഇരുന്നത്. വെറും ചെറുപ്പാണ്, ഒന്നുമില്ല ശരീരത്തിൽ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാഹ്ലാദം ഓളം വെട്ടിക്കൊണ്ടിരുന്നു. അതിൽ ചെറിയ ഒരു നൂല് പോലും ഒരു തടസ്സം, ഒരു ഇറിറ്റേഷൻ ആവുമെന്ന് വിചാരിക്കുന്ന മാതിരിയുള്ള ഒരാളാണ്. എത്ര ചെറുപ്പം, 16, 18, 20 വയസ്സേ ആയിട്ടുള്ളൂ. അതിൻ്റെ മുൻപിലാണ് പാണ്ഡവ വംശജനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് കാല് തൊട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പുറത്തുള്ള മഹാരാജാവിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബുദ്ധി അങ്ങോട്ട് ചെല്ലട്ടെ. നമസ്കരിക്കുന്നതോ അവധൂതനായിരിക്കുന്ന, കണ്ടാൽ എരപ്പൻ എന്ന് തോന്നുന്ന ഒരു മഹർഷി അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് നമസ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താ? തൻ്റെ രാജകോലോത്തിൽ ഒരാളും താൻ ഭരിക്കുന്ന പ്രജകളിലുള്ള ഒരൊറ്റ ആളും നിർവഹിക്കാൻ പറ്റാത്ത ഒരു ദൗത്യം. എന്താണത്? 7-ാം ദിവസം മരണം. അതിൽ പരമാവധി എനിക്ക് ചെയ്യാനുള്ളത് പ്രായോപവേശം, ആ വ്രതം. അത് ഞാൻ ചെയ്തു. അതെല്ലാവരും ബലേ ഭേഷ് എന്ന് പറഞ്ഞപ്പോൾ കാര്യമായില്ല. ഈ 7 ദിവസം എൻ്റെ മനസ്സ് കുളിർപ്പിക്കാനും എനിക്ക് ആനന്ദം നുകരാനും നുണയാനും പറ്റിയ തരത്തിൽ തത്വകഥനം നിങ്ങൾ ചെയ്യണം. ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ളവനാണ്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് ആലോചിക്കാൻ സാധിക്കും. എൻ്റെ മനസ്സ് ഭാസുരമാണ്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഭാവനയ്ക്കും ബുദ്ധിക്ക് ആ ജ്ഞാനതൃഷ്ണ പൂരിപ്പിക്കാനും വേണ്ടിയുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശുകൻ അവിടെ എതിർച്ചയാ വന്ന് പെട്ട് പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ഞാനിവിടെ പറയാൻ പോണു എൻ്റെ അച്ഛൻ രചിച്ച ആ പാരമഹംസ്യ സംഹിത. ആ പറയുന്ന ആര് രചിച്ചു എന്നും ആര് പറയുന്നു എന്നും എന്തിനെന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. ചീരാണി കിം പഥിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഘ്രിപാഃ പരഭൃതസ്സരവോപ്യശുഷ്യൻ രുദ്ധാഗുഹ കിമജിതോവതിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. ഭാഗവതത്തെ പോലെയുള്ള ഒരു ശാസ്ത്രം. എന്താ ഈ ഭാഗവത ശാസ്ത്രം പറയുന്നത്? പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ആ വിവരണങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്താ? പരമാനന്ദം. അങ്ങേ അറ്റത്തെ ഉത്തുംഗമായിരിക്കുന്ന ജ്ഞാനം നമ്മുടെ മനസ്സ് നിറയണം. ബുദ്ധിക്ക് ആശയത്തെളിച്ചം ഉണ്ടാവണം. ഹൃദയം കവിഞ്ഞങ്ങോട്ട് ഒഴുകണം. അഹങ്കാരം അസ്തമിക്കണം. വ്യക്തി എന്ന് പറയുന്നവൻ ആ വ്യക്തി എന്നുള്ള നില വിട്ട് വിശ്വവ്യാപകമായി തീരണം. ഇതാണ് ഭാഗവത ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. ആ ശാസ്ത്രം പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആ പ്രവക്താവിൻ്റെ ഉള്ളിൽ സ്വല്പമെങ്കിലും കടുകോളം പോലും ഒരേഴത്തം, ഒരു പഞ്ഞത്തം, ഒരു പിച്ചത്തം, ഒരൽപ്പത്തം ഉണ്ടാവരുത്. സ്വല്പമെങ്കിലും ഉണ്ടാവരുതെന്ന്. എന്താ?
ഒരു പ്രവക്താവ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ശരീരമുണ്ട്. നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇരിക്കുന്നത് ഷർട്ടും ഒരു ഉത്തരീയവും ഇട്ടിട്ടാ, ബാക്കിയുള്ളത് കാണുന്നില്ല. അതിനൊരു ഒറ്റമുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ഉത്തരീയവും ഷർട്ടും ഉണ്ട്, കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട്. ഒരു മീനാക്ഷി അമ്മാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് സ്വാമിജി ഉള്ളിടത്തോളം കാലം ധരിക്കണം എന്ന് പറഞ്ഞ് അത് ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുക. ആ രുദ്രാക്ഷമാലയുണ്ട്, ഇതോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഷർട്ട് വേണ്ടേ? വേണം. മുണ്ട് വേണ്ടേ? വേണം. രുദ്രാക്ഷമാല കേട് തീർക്കണം. അതൊക്കെ ആവശ്യമുണ്ട്. യാത്ര ചെയ്യുന്നുണ്ട്, പ്ലെയിനിലൊക്കെയാണ് പോകുന്നത്, പല വിധത്തിലും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ചീരാണിക്കും പഥിന സന്ധി ദിശന്തി ഭിക്ഷാം, നമ്മുടെ മനസ്സിനെ ഉണ്ടല്ലോ അല്പത്തം തീണ്ടരുത്, ഏഴത്തം ബാധിക്കരുത്. എന്തെങ്കിലും തരത്തിലൊരു ഭയമോ ഒരു വിഷമമോ ഒരു റിലക്റ്റൻസോ ഒരു റിസെൻമെൻറ്റോ നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അപ്പം ശുഗമുനി പറയുകയാണ്, നോക്കൂ, രാജാവ്, ആ രാജാവ് ശ്രദ്ധയോടുകൂടി കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആദരാർഹനായിരിക്കണം. ആദരാർഹനാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എഴുതി വെച്ച ശാസ്ത്രം ഞാൻ തൊലിയുരിച്ച് പറയും. ആ ധർമ്മകാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയുമ്പോൾ അങ്ങ് അത് അതേപടിക്ക് കേൾക്കണം. ഇതിത്തിരി അധികമായോ എന്ന് തോന്നരുത്, എന്തിനിത്ര എന്ന് തോന്നരുത്. മനുഷ്യ മനസ്സിൻ്റെ ഉള്ള നൂലാമാലുകൾ മുഴുവനും മാറ്റി, കറകളൊക്കെ തുടച്ചു മാറ്റി, എല്ലാം കഴിഞ്ഞ് അതിനെ ശുദ്ധമാക്കി ആ പരമേശ്വരനും പരമാത്മാവും അതിലിങ്ങനെ നൃത്തം വയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വാക്കുകളാ, കേൾക്കുന്നത് കർണപുടങ്ങളാണ്, ആയിത്തീരുന്നത് മനസ്സാണ്. ഈ ആശയങ്ങൾ അങ്ങോട്ട് മനസ്സിനെ അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാനും മനസ്സിന് എടുക്കാനും സ്വീകരിക്കാനുമുള്ളതാണ്. ഓരോ ആശയവും മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോൾ എങ്ങനെയാണോ വെളിച്ചം വന്നാൽ ഇരുട്ട് പോവുക, അതേമാതിരി അതിന് വിപരീതമായിട്ടുള്ള പ്രത്യാശയങ്ങളുണ്ടല്ലോ, അത് മുഴുവനും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവും. ഇത് മനസ്സിൽ നിറഞ്ഞാൽ മതി. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ ശാസ്ത്രം പറയുന്ന ആൾ സ്വല്പമെങ്കിലും ഭയപ്പെടരുത്. കസ്മാത് ഭജന്തി കവയോ ധന ദുർമദാം ധാൻ. ആ വാക്ക് തന്നെ വളരെ ശക്തമുള്ളതാ. ധനം കൊണ്ട് മത്തുപിടിച്ച് മദാന്ധന്മാരായിരിക്കുന്നവരെ എന്തിനാണ് ഈ ഭാഗവതന്മാരും പണ്ഡിതന്മാരും പേടിക്കുന്നത് എന്ന്? എന്താ കാരണം? ചീരാണി കിം പഥിന സന്ധി ദിശന്തി ഭിക്ഷാം. നടക്കുന്ന വഴിയിൽ രണ്ട് ഭാഗത്തും കീറത്തുണി കഷ്ണങ്ങൾ ഓരോന്നിങ്ങനെ പാറി പടർന്ന് കിടക്കുന്നില്ലേ? കുമ്പിട്ട് നിന്ന് അതൊക്കെ പെറുക്കി കൂട്ടിക്കൂടെ? എന്നിട്ട് വേണ്ടി വന്നാൽ ഇതിനെ കൂട്ടി തേക്കുക, അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുക. കെട്ടിയിട്ട് അങ്ങോട്ട് ഉടുത്തൂടെ അരയിൽ? ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാവരും ഉടുക്കുന്ന പുതുവസ്ത്രമാവില്ല. ചില കെട്ടുകളും പൂട്ടുകളും ഒക്കെ കാണാം, എന്നാലും മാനം മറയ്ക്കാം. ആരും കണ്ടിട്ട് ക്ഷയെന്ന് പറയായിരിക്കാം, പക്ഷെ ദേഷ്യപ്പെടില്ല, നഗ്നത വേണ്ട. അപ്പം അങ്ങനെ കീറത്തുണി കഷ്ണങ്ങൾ ശേഖരിച്ച് തുന്നിക്കൂട്ടി ഉടുത്തൂടെ? നൈവാഘ്രിപാഃ പരഭൃത സരവോപ്യശുഷ്യൻ ചീരാണി കിം പഥിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാഘ്രിപാഃ പരഭൃത. ഇനി നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഭൂമി മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ സസ്യലതാദികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പല ഇലകളും കായകളും പുഷ്പങ്ങളും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഒരു മരങ്ങളും നമ്മുടെ അടുത്ത് പറയില്ല, നീ എൻ്റെ മുകളിൽ കയറരുത്, എൻ്റെ പഴം പറിക്കരുത്. ഒരു മാവിൽ 1000 മാങ്ങയുണ്ട്. ആ മാങ്ങ എന്തിനാ? മൂത്ത് പഴുത്തോ പഴുക്കാതെയോ താഴത്ത് വിടാനുള്ളതാ. ഒരൊറ്റ മാങ്ങ മാവ് തന്നെ തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രക്ഷിക്കാറില്ല, സൂക്ഷിക്കാറില്ല. കൊല്ലം തോറും ഉണ്ടാവും 500-1000 മാങ്ങ. അത് മുഴുവനും എന്തിനു വേണ്ടിയിട്ടാ? തൻ്റെ വംശത്തിന് വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ടല്ല. പരഭൃത്താണത്. അതുകൊണ്ട് മരങ്ങൾക്കുള്ള പേരാണ് പരഭൃത്ത്. അന്യനെ ഭരിക്കാനുള്ളത്, അന്യനെ തുണയ്ക്കാനുള്ളത്. അങ്ങനെ പരഭൃത്തുക്കൾ ആരെങ്കിലും പറയുന്നുണ്ടല്ലോ, പറഞ്ഞോ? നൈവാഘ്രിപാഃ പരഭൃതഃ ഭിക്ഷാം. അത് നമുക്ക് വേണ്ട ഭിക്ഷ തരണില്ലേ? വിശക്കനുണ്ടെങ്കിൽ പോകൂ, കാട്ടിലേക്ക് പോകൂ, 2 മാങ്ങയോ ചക്കയോ എന്തെങ്കിലും ഒന്ന് പറിച്ചു തിന്നൂ. സരവോപ്യശുഷ്യൻ. ഇനി കുടിക്കാൻ വെള്ളം വേണം. അതിനെന്തു വേണം? അതിനെന്താ വേണ്ടത്? വേനൽക്കാലത്ത് പോലും വറ്റാത്ത പുഴകളുണ്ട്, അവിടെ ചെന്ന് ഇറങ്ങൂ, 2 കൈ വെള്ളം ഒന്ന് വെടുപ്പാക്കി നല്ലപോലെ അങ്ങോട്ട് കുടിക്കൂ. അത് കുടിക്കുന്ന സമയത്ത് എനിക്ക് നിനക്കതിന് ചുങ്കം തരണം. ഇപ്പം മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള റോഡുകൾക്കൊക്കെ ടോൾ ഗേറ്റ് വയ്ക്കാൻ പോവാ. അപ്പോൾ അവർ നമ്മുടെ പണം മേടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾക്ക് നാം പിന്നെയും നികുതി കൊടുക്കണത്രേ. കേൾക്കണുണ്ടോ നിങ്ങൾ വർത്തമാനം? പുഴ ഏതെങ്കിലും പറയുന്നുണ്ടോ എൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ചുങ്കം തരണമെന്ന്? ഏതെങ്കിലും മരം പറയുന്നുണ്ടോ കായ പറിക്കുമ്പോൾ എനിക്ക് കാശ് തരണമെന്ന്? പ്രകൃതി ഇങ്ങനെയാണ്. ഭാഗവതം പറയുന്ന തത്വങ്ങളാണ്. ഇതൊക്കെ വർണ്ണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും മനസ്സിനെ എന്താ പറയുക,
പെരും ശരങ്ങൾക്ക് പോലും തുളയ്ക്കാൻ പറ്റാത്തതായ ഒരു പ്രബല നിധിയാക്കി തീർക്കാൻ. നിങ്ങളുടെ മനസ്സ് ഉരുക്ക് പോലെ ആവണം. ഒറ്റ ആൾക്കതിനെ ആക്രമിക്കാൻ പറ്റരുത്. നൈവാഘ്രിപാ പരഭൃത സരഭോപ്യശുഷ്യൻ. ഇനി നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിലോ രുദ്ധാഗുഹാഹ. പ്രകൃതി തന്നെ മല ഇടിഞ്ഞിടിഞ്ഞ് അവിടെ ചില ഗുഹകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗുഹകൾക്ക് ഒരൊറ്റെണ്ണത്തിന് വാതിലില്ല. അവിടെ ആർക്ക് വേണമെങ്കിൽ ചെന്ന് നുഴഞ്ഞു കയറി അവിടെ കൂടാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എത്ര തണുപ്പുണ്ടെങ്കിലും ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ട് കടന്നു ചെന്നാൽ അവിടെ നമ്മുടെ തന്നെ ചൂട് തട്ടി അവിടെ നല്ലൊരു അന്തരീക്ഷം, കമ്പിളി പോലെയുള്ള ഒരു കാലാവസ്ഥ നമുക്ക് കിട്ടും അവിടെ. അതാരെങ്കിലും വാതിലടച്ചിട്ടുണ്ടോ? അങ്ങോട്ട് വരണ്ടാന്ന് പറയുന്നുണ്ടോ? പോട്ടെ, ഇതൊക്കെ വിടൂ. കിം അജിതോപതിനോപസന്നാൻ. ലോകത്തിൽ അജയ്യനാണ് ഈശ്വരൻ. ആരാണ് ഈ ഈശ്വരൻ? നിങ്ങൾ വിചാരിക്കുന്നതുമായി 2 കൈയും 1 തലയും 2 കാലോട് കൂടിയിട്ടുള്ളതല്ല. പുല്ലിംഗ സ്ത്രീലിംഗ രൂപത്തിൽ നാം ആ പരമശക്തിയെ, പരമസാന്നിധ്യത്തെ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ അതൊരു ശക്തിയാണ്, ഒരു സാന്നിധ്യമാണ്, എങ്ങുമുള്ളത്, സർവത്ര പരിലസിക്കുന്നത്. ആ സാന്നിധ്യം അജിതമാണ്. ഇന്നേ വരെ അതിനെ ആരും ജയിച്ചിട്ടില്ല. ഹിരണ്യകശിപു ജയിക്കാൻ പുറപ്പെട്ടു, എന്നിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടു. മഹാബലിയാണ് പിന്നെ ഒരാൾ ജയിക്കാൻ പുറപ്പെട്ടത്. അത് എന്തുണ്ടായി എന്നുള്ളത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. അപ്പം അദ്ദേഹം അജിതനാണ് ഇന്നേ വരെ. ആ അജിതൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോപസന്നാൻ അവധി നാ. എന്നെ ആശ്രയിക്കുന്നവർ, എൻ്റെ അടുത്ത് വരുന്നവർ, അയ്യോ എൻ്റെ സ്റ്റോർ റൂമിലും എൻ്റെ വീട്ടിലും ആൾക്കാർ കൂടി, നിങ്ങൾ ഒരാളും കൂടി വന്നാൽ അഡ്മിഷൻ ഇല്ല, ഇവിടെ വണ്ടിയിൽ നിറഞ്ഞിട്ട് ടിക്കറ്റ് ഇല്ല എന്ന് പറയും, ബസ്സിലും ടിക്കറ്റ് ഇല്ല എന്ന് പറയും. അജിതൻ്റെ സാന്നിധ്യത്തിൽ ചെന്നാൽ ഒരാൾക്കും സ്ഥലമില്ല എന്ന് പറയില്ല അദ്ദേഹം. അയ്യോ എൻ്റെ കൈ നിറച്ചുണ്ട്, ഇനി നിങ്ങളെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൻ്റെ പരാജയമോ അസന്നദ്ധതയോ അദ്ദേഹം ഇതേവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ? അവസാനം ചോദിക്കുകയാണ് ശുഗമഹർഷി. കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. പിന്നെ എന്തിനാ കവികൾ എന്ന് പറഞ്ഞാൽ ആരാ? ക്രാന്തദർശികൾ. ഈ മാതിരിയുള്ള ശാസ്ത്രം അതർഹിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രാധാന്യത്തോടും വൈഭവത്തോടും മേന്മയോടും മഹിമയോടും അതിൻ്റെ ആ പൂർണ്ണ പ്രഭാവത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടല്ലോ, കവികൾ. ധനദുർമദാന്ധാൻ എന്തിനു വേണ്ടി ഭജിക്കുന്നു? ധനം കൊണ്ട് ദുർമദാന്ധന്മാരായവരെ അവർ ഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ശ്ലോകം ഞാൻ കണ്ടത് മുതൽക്ക് എനിക്ക് എന്തൊരു രസാന്നറിയോ. ഈശ്വരൻ്റെ വർണ്ണന, ഭക്തന്മാരുടെ വർണ്ണന, പല വർണ്ണനയുമുണ്ട്. പക്ഷേ ഈ ഒരു ശ്ലോകത്തിൽ ഉള്ള സന്ദേശം ഞാൻ എപ്പോഴും വളരെ വിശേഷപ്പെട്ടതായിട്ട് കാണുന്നു. ഇതായിരിക്കണം ഒരു ഭാഗവത പ്രവക്താവിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങൾ ചോദിക്കും, സ്വാമിജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. നടത്തണം. അതിൻ്റെ ചുമതല നമ്മുടെ കയ്യിലല്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10,500 ശ്ലോകം ഉണ്ടാവും. അങ്ങനെ അച്ചടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എഴുതിയ ശ്ലോകങ്ങളായതുകൊണ്ട് ഞാനത് ഉരുവിട്ട് പഠിക്കാറുമില്ല. ഞാനൊരു 2-3 ശ്ലോകം ഇതിൽ പ്രസംഗവശാൽ പറയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. ഇഷ്ടപ്പെടില്ല എന്ന് വന്നാൽ എനിക്കിത്തിരി മൗഢ്യമൊക്കെ തോന്നും. അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ എന്നൊക്കെ എനിക്ക് തോന്നും. എന്നാൽ ഇതിന് മറുപടി കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പറയുന്നു. ഇതിലെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഈശ്വരനാണ് ഏറ്റവും വലിയ ധനാഢ്യൻ എന്നാണ്. അപ്പോൾ ആ ഈശ്വരനെ കുറിച്ച് ഞാനൊരു സങ്കല്പം എഴുതിയുണ്ടാക്കിയതാണ്. കുറേ കൊല്ലമായി, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഈ സന്ദർഭത്തിൽ അത് പറയാമെന്ന് തോന്നി. ഒരു കാവ്യമാണത്.